സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ക്ലോത്തിങ് ത്രൂ ദ ഏജസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള 3 ചാപ്റ്റേഴ്സും അതിൻ്റെ എക്സ്പ്ലനേഷനും ആക്ടിവിറ്റീസും നോട്ട്സും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആവശ്യമുള്ളവർ പോയി കാണണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഇതിൻ്റെ മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇംഗ്ലീഷ് മീഡിയമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ യൂണിറ്റ് 4 ക്ലോത്തിങ് ത്രൂ ഏജസ്. എന്താണ് ക്ലോത്തിങ്? ക്ലോത്ത് എന്ന് പറഞ്ഞാൽ വസ്ത്രം, ഡ്രസ്സ് അല്ലേ. ഡ്രസ്സിൻ്റെ വഴികളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതിൻ്റെ ഓരോ സ്റ്റേജസിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്ത് നമ്മൾ പറയുന്നത് എന്താണെന്ന് കൂട്ടുകാർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കാം. അതിൻ്റെ എന്താ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 4 പിക്ചേഴ്സാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തേത് ഒരു കുട്ടിയുടെയാണ് അല്ലേ. 2 ഒരു പാരറ്റാണ്. മൂന്നാമത്തേത് എന്താണ്? ആടാണ്. നാലാമത്തേത് ആമയുടെ ചിത്രമാണ് അല്ലേ. ഇനി ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്. നിങ്ങൾ ഈ പിക്ചേഴ്സ് ഒന്ന് ഒബ്സർവ് ചെയ്യണം. നമ്മൾ നോക്കിയല്ലേ 4 പിക്ചേഴ്സും എന്തൊക്കെയാണെന്ന് നോക്കി. ഹൗ ദീസ് ലിവിങ് ബീയിങ്സ് സർവൈവ് സിറ്റുവേഷൻ ലൈക്ക് എക്സ്ട്രീം ഹീറ്റ്, അൺബെയറബിൾ കോൾഡ് എക്സെട്ര. എങ്ങനെയാണ് ഈ തിങ്സ് ഒക്കെ, ഈ ലിവിങ് തിങ്സ് ഒക്കെ ഈ നല്ല ചൂടും നല്ല തണുപ്പൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ സർവൈവ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫർ ഓഫ് ഗോട്ട്, feather of parrot and a tortoise shell provide protection like a clothing in unfavorable weather കണ്ടീഷൻസ്. എന്താണ്? നമ്മുടെ ആടിൻ്റെ രോമങ്ങളും അതുപോലെ തന്നെ പാരറ്റിൻ്റെ ആ ഫെദറും ആ ഒരു തൂവലൊക്കെ ടോട്ടോയ്സിൻ്റെ ഷെല്ലും ഒക്കെയാണ് ഇവർക്ക് ഈ ഒരു എക്സ്ട്രീം ലെവലുള്ള ഈ ഒരു എന്താ പറയുക വെതർ കണ്ടീഷനിൽ നിന്നും അവരെ സേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ സർവൈവ് ചെയ്യുന്നത് ഇത്തരത്തിലാണെന്നാണ് പറയുന്നത്. ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദ വേ ഇൻ വിച്ച് ഹ്യൂമൻസ് ഫേസ് സച്ച് സിറ്റുവേഷൻ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പണ്ട് മനുഷ്യനെ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻസിനെയൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം എന്താണ്? പണ്ട് മനുഷ്യർക്ക് നമ്മളിന്ന് ഇടുന്ന പോലെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, അവർക്കൊന്നും ഇല്ലാതിരുന്നു അല്ലേ. അപ്പോൾ അന്ന് അവരെങ്ങനെയാണ് ഇതൊക്കെ സർവൈവ് ചെയ്തിട്ടുണ്ടാവുക? അന്നും ആ സമയത്തും ഇത്തരത്തിലുള്ള വെതർ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അന്ന് അവരെങ്ങനെയൊക്കെയാണ് സർവൈവ് ചെയ്തത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ദ ക്ലോത്തിങ് നീഡഡ് ഫോർ ഹ്യൂമൻ ഹാഡ് ടു ബി ഷേപ്പഡ് വിത്ത് ദ മെറ്റീരിയൽസ് അവൈലബിൾ ഇൻ നേച്ചർ. അവർ നേച്ചറിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണോ കിട്ടുന്നത് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ക്ലോത്ത് ഉണ്ടാക്കിയിരുന്നത് എന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെ എഴുതാം? എന്തൊക്കെയാണ് നമുക്ക് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളത് നേച്ചറിൽ? ബ്രോഡ് ലീവ്സ്, എനിമൽ സ്കിൻസ് ആൻഡ് ട്രീ ബാർക്സ് വെർ യൂസ്ഡ് ആസ് ക്ലോത്തിങ് ഇൻ ഏർലി ടൈംസ്. ഏർലി ടൈംസിൽ പണ്ട് കാലത്ത് അവർ ഇതുപോലെ തന്നെ വലിയ ഇലകൾ, എനിമൽസിൻ്റെ സ്കിന്ന്, അതുപോലെ തന്നെ ഈ മരങ്ങളിൽ നിന്ന് കിട്ടുന്ന പാർക്സ്, ഇതൊക്കെയാണ് അവർ മെയിനായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ക്ലോത്ത്സ് വെയർ മെയ്ഡ് ബൈ സ്റ്റിച്ചിങ് ടുഗെദർ നാച്ചുറൽ മെറ്റീരിയൽസ്. എന്താണ് അവർ ഇതൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ കാരണം ഇതിനൊക്കെ എന്താണ് ഒരു കൂട്ടി വെക്കണം അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഇലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ തുന്നിച്ചേർക്കണം. അപ്പോൾ നേച്ചുറലായിട്ട് കിട്ടുന്ന മെറ്റീരിയൽസ് കൊണ്ട് തന്നെ അവരിതൊക്കെ സ്റ്റിച്ച് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വാട്ട് ടൈപ്സ് ഓഫ് ക്ലോത്തിങ് ഡു പീപ്പിൾ യൂസ് ടുഡേ? ഇന്ന് മനുഷ്യർ എന്തൊക്കെ തരത്തിലുള്ള ക്ലോത്താണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സിൽക്കിൻ്റെ മെറ്റീരിയൽസ്, വുഡന്, കോട്ടന്, പോളിസ്റ്റർ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സിൽക്ക്, വുഡന്, കോട്ടൺ, പോളിസ്റ്റർ എന്നൊക്കെ എഴുതി കൊടുക്കുക. The next question, how does clothing become useful to us? വസ്ത്രം നമുക്ക്, ക്ലോത്ത് എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത്? കംപ്ലീറ്റ് ദ ലിസ്റ്റ് ബൈ ആഡിങ് മോർ ഡീറ്റെയിൽസ്. കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് പ്രൊട്ടക്ഷൻ ഫ്രം കോൾഡ്, കോൾഡിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, പ്രൊട്ടക്ഷൻ ഫ്രം ഹീറ്റ്, ഹീറ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, മെയിൻറ്റെയിൻസ് ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ, ദെൻ പ്രൊട്ടക്ഷൻ ഫ്രം ഇൻസെക്ട്സ്, ഇൻസെക്റ്റിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടാൻ, പിന്നെ എന്തിനൊക്കെയാണ്? മെഡിക്കൽ യൂസ് അല്ലേ. മെഡിക്കൽ യൂസിന് നമ്മൾ ക്ലോത്ത്സ് ഉപയോഗിക്കാറുണ്ട്. ഹോം ഡെക്കോറിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ രണ്ട് പോയിന്റും കൂടെ നിങ്ങളവിടെ എഴുതി കൊടുക്കുക. ദെൻ നെക്സ്റ്റ്, ബൈ ക്ലോത്തിങ് വി യൂസ് ഹാസ് എ ലോങ് ഹിസ്റ്ററി. ക്ലോത്ത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ഒരു ലോങ് ഹിസ്റ്ററി, ഒരു വലിയ ഹിസ്റ്ററി തന്നെ നമുക്കുണ്ട്. ലെറ്റ്സ് സീ ഹൗ വി അറൈവ്ഡ് അറ്റ് ദ ഡിസൈൻ ഓഫ് ദ ഡൈവേഴ്സ് ടൈപ്സ് ഓഫ് ക്ലോത്തിങ് ദാറ്റ് വി യൂസ് ടുഡേ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ട് നമ്മൾ എന്തൊക്കെയായിരുന്നു മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ ഒരു പിക്ചറാണ് താഴെ തന്നിട്ടുള്ളത്, ഒരു ഇലിസ്ട്രേഷൻ പോലെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വാട്ട് മെറ്റീരിയൽസ് ഡിഡ് ഏർലി ഹ്യൂമൻസ് യൂസ് ആസ് ക്ലോത്ത്? പണ്ട് ആളുകൾ എന്തൊക്കെയായിരുന്നു ക്ലോത്ത് ആയിട്ട് ഉപയോഗിച്ചിരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് തന്നിട്ടുണ്ട് ബാർക്ക് ഓഫ് ട്രീസ്. ഈ ട്രീസിൻ്റെ ഒക്കെ
എന്താണ് ആ മരങ്ങളുടെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തോലൊക്കെ എടുത്തിട്ട് പിന്നെ എന്തൊക്കെയാണ് ഗ്രാസ് ലീവ്സ് അല്ലേ ഗ്രാസും ലീവ്സും ഒക്കെ എടുത്തിട്ട് അനിമൽ സ്കിന്ന് അതൊക്കെയാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഗ്രാസും ലീവ്സും എടുത്തിട്ട് അനിമൽ സ്കിന്ന് എടുത്തിട്ട് അവരിതുപോലെയുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പണ്ട് ഏർലി സ്റ്റേജിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, humans used the materials they got from their surroundings as clothing when they lived by hunting. അവർക്ക് ഹണ്ടിങ് ചെയ്യുമ്പോൾ എന്തൊക്കെയായിരുന്നു അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ചിരുന്നത് അതൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു അവർ ഇത്തരത്തിലുള്ള ക്ലോത്ത്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. ദ യൂസ്ഡ് ഗ്രാസ് ഉപയോഗിച്ചിരുന്നു, ബാക്സ് ഓഫ് ട്രീസിന്റെ ബാക്സ് ഉപയോഗിച്ചിരുന്നു. ദെൻ ഹൈഡ് ദ അനിമൽ അനിമലിന്റെ സ്കിന്നൊക്കെ ഉപയോഗിച്ചിരുന്നു ഫോർ മേക്കിംഗ് ക്ലോത്ത്സ്. ഇതൊക്കെയാണ് അവർ പ്രധാനമായിട്ടും ക്ലോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഹോൺ ആൻഡ് ബോൺ ഓഫ് എനിമൽസ് വേർ യൂസ്ഡ് ആസ് നീഡിൽസ് ആൻഡ് ടൂൾ ടു മേക്ക് ക്ലോത്ത്സ്. അതുപോലെ തന്നെ ഈ മൃഗങ്ങളുടെയൊക്കെ ഹോൺസ്, കൊമ്പുകൾ, ബോൺ, അവരുടെ എല്ലുകളൊക്കെ എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? നീഡിലായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. ക്ലോത്ത്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നീഡിലായിട്ട് ഉപയോഗിച്ചിരുന്നു. ഡ്യൂറിംഗ് ദ പീരീഡ് വെൻ പോളിഷ്ഡ് സ്റ്റോൺസ് വേർ യൂസ്ഡ് ആസ് വെപ്പൺസ്, സ്റ്റോൺ നീഡിൽസ് ഹെൽപ്ഡ് ടു സ്യൂ ക്ലോത്ത്സ്. അതുപോലെ തന്നെ ആ സമയത്ത് അവർ ഈ കല്ലുകൾ, സ്റ്റോൺസ് ഒക്കെ ഉപയോഗിച്ചിരുന്നു. കല്ലുകളെ അവർ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ വസ്ത്രങ്ങൾ തുന്നുന്നതിനായിട്ട് സൂചിയാണ് ഉപയോഗിച്ചിരുന്നത്. ദെൻ ദേ ഓൾസോ മെയ്ഡ് ക്ലോത്ത്സ് ബൈ ക്ലീനിങ് ആൻഡ് സോഫ്റ്റനിങ് അനിമൽ സ്കിൻ ആൻഡ് ഫർ. അതുപോലെ തന്നെ മൃഗങ്ങളിലെ തോല്, രോമം എന്നിവ വൃത്തിയാക്കിയും അതിങ്ങനെ മിനുസപ്പെടുത്തിയിട്ടും ഒക്കെ അവർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ദ മേക്കിംഗ് ഓഫ് ക്ലോത്ത്സ് ബൈ ഏർലി ഹ്യൂമൻസ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ് ഓഫ് ടുഡേ. എന്താണ് പണ്ട് കാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രനിർമ്മാണം എന്ന് പറയുന്നത് ഇന്നത്തെ പോലൊന്നും ആയിരുന്നില്ല. വാട്ട് കുഡ് ബി ദ റീസൺ? അതിൻ്റെ റീസൺ എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. കാരണം അത് കുറച്ച് നോട്ട്സ് തരാറുണ്ട്. അപ്പോൾ നമുക്ക് അതൊരു വീഡിയോ ആയിട്ട് നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അന്ന് ഇങ്ങനെയാണെന്ന് പറയാനുള്ള കാരണം അവർക്ക് എന്താണ്, ദേ ആർ നോട്ട് യൂസ് ഇൻ ദ മിഷനറീസ്. അവർ മിഷനറീസ് ഒന്നും ഉപയോഗിച്ചിരുന്നില്ല. അവർക്ക് എന്താണോ കിട്ടുന്നത്, വാട്ട് ദേ ഗെറ്റ് ഫ്രം ദ സറൗണ്ടിങ്സ് ദേ യൂസ് ഫോർ ദ ക്ലോത്ത് മേക്കിംഗ്. അവർ അതാണ് ക്ലോത്ത് മേക്കിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ടുവാർഡ്സ് വേവിങ്. എന്താണ് അങ്ങനെ വേവിങ്ങിലേക്ക് നമ്മൾ നെയ്ത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. In the early days, fibers collected from the surroundings were used for making clothes. എന്താണ് ചുറ്റുപാടുകളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള ഫൈബേഴ്സ്, നാരുകളായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ എന്താണ് വസ്ത്രങ്ങൾ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഫൈബേഴ്സ് were combined and spun to make long yarns. എന്താണ് നാരുകൾ കൂട്ടിച്ചേർത്തിട്ട് അതിങ്ങനെ പിരിച്ചിട്ടാണ് എന്തുണ്ടാക്കിയിരുന്നത്, നൂലുകൾ, യാൺസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇത്തരത്തിലുള്ള നൂല് ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേവിങ് എന്ന് പറയുന്നത്. വേവിങ് ഈസ് ദ ടെക്നിക്സ് ഓഫ് മേക്കിംഗ് ക്ലോത്ത്സ് വിത്ത് ദീസ് യാൺസ്. ഈ യാൺസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വസ്ത്രം ഉണ്ടാക്കിയിരുന്നത് അതിനെയാണ് നമ്മൾ വേവിങ് എന്ന് പറയാം. ദെൻ ക്ലോത്തിങ് ഇൻ ദ ഇൻഡസ് വാലി. നമുക്കറിയാം ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ദ ഇൻഡസ് വാലി വാസ് എൻ ആൻഷ്യന്റ് റിവർ വാലി സിവിലൈസേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിലായിരുന്നു ഈ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്നത്. നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആയിരുന്നു ഇത്. From the available evidences, it is assumed that the people of Indus Valley made clothing from cotton and wool. അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള എവിഡൻസ് പ്രകാരം നമ്മൾ അസ്യൂം ചെയ്യുന്നത് അവിടെയുള്ള ആളുകളൊക്കെ ക്ലോത്ത് ഒക്കെ ഉപയോഗിച്ചിരുന്നു, കോട്ടനും വൂളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലോത്ത് ഉപയോഗിച്ചിരുന്നു എന്നാണ്. The dress statues excavated from there റിഫ്ലക്റ്റഡ് ദ ക്ലോത്തിങ് സ്റ്റൈൽ ഓഫ് ദ പീപ്പിൾ. അവിടെ നിന്ന് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ നിന്നും നമ്മൾ ആ ഒരു ക്ലോത്തിങ് സ്റ്റൈലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് കോട്ടൺ വാസ് ട്രേഡഡ് ഫ്രം ഹെയർ ടു അതർ റീജിയൻ. അത് മാത്രമല്ല അവിടെ നിന്ന് കോട്ടൺ ഒക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് ട്രേഡൊക്കെ ആയിട്ട് കൊണ്ടുപോയിരുന്നു എന്നും നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. Then gradually the techniques of weaving became more developed. എന്താണ് ഗ്രാജുവലി നമ്മുടെ വേവിങ്ങിന്റെ ടെക്നിക്കൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ആവാൻ തുടങ്ങി. ഇൻ ദ ഏർലി ഡേയ്സ് ക്ലോത്തിങ് വെർ മെയ്ഡ് ബൈ ഹാൻഡ്സ് യൂസിങ് യാൺസ് ഫ്രം കോട്ടൺ ആൻഡ് ജൂട്ട്. പണ്ട് കാലത്ത് കോട്ടനും യാൺസും ഒക്കെ കൈകൊണ്ടായിരുന്നു അവർ ഉണ്ടാക്കിയിരുന്നത്, അവർ നെയ്തെടുത്തിരുന്നത് കൈകൊണ്ടായിരുന്നു. ദേ റിയലൈസ്ഡ് ദാറ്റ് ക്ലോത്ത്സ് മൂവൺ ഫ്രം യാൺസ് വെർ ബെറ്റർ ദാൻ എനിമൽ സ്കിൻ. അവർക്കപ്പം മനസ്സിലായി എനിമൽ സ്കിന്നിനേക്കാളും എത്രയോ ബെറ്റർ ആണ് ഈ യാൺസ് കൊണ്ടുള്ളത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. This led to the spread of woven
ക്ലോത്ത്സ്. അങ്ങനെയാണ് അവിടെ എന്താണ് ഇത്തരത്തിലുള്ള തുണികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത്. ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് ക്ലോത്ത് യൂസിങ് വുഡൻ ലൂംസ് വാസ് ഡെവലപ്ഡ് ലേറ്റർ. അങ്ങനെയായിരുന്നു ഈ ഒരു മരം കൊണ്ടൊക്കെ നിർമ്മിച്ച തടികൾ ഉപയോഗിച്ചിട്ടൊക്കെ തുണി ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ പതുക്കെയായിരുന്നു. കാരണം കൈകൊണ്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ കുറേ ടൈം എടുക്കുകയാണ്. അങ്ങനെ പിന്നെ ഒരു മരം ഒക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ പതുക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ അത് ഡെവലപ്പ് ചെയ്തത് പതുക്കെയായിരുന്നു എന്ന് മാത്രം. ദ ഇൻക്രീസ് ഇൻ ദ നീഡ് ഓഫ് ക്ലോത്തിങ് ലെഡ് ടു ഇൻവെൻഷൻ ഓഫ് വേവിംഗ് എക്യുപ്മെന്റ്. അവിടെ എന്താണ് ക്ലോത്തിങ്ങിന്റെ ഇൻക്രീസ് കൂടിയപ്പോൾ, ആളുകൾ കൂടിയപ്പോൾ എന്താണ് ക്ലോത്തിന്റെ ആവശ്യവും കൂടി. അങ്ങനെ കൂടിയപ്പോഴാണ് അവിടെ എന്താണ് വേവിംഗ് എക്യുപ്മെന്റ്സ് ഒക്കെ ഇൻവെന്റ് ചെയ്യാൻ തുടങ്ങിയത്. ദിസ് പീരിയഡ് ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് വേവിംഗ്. അങ്ങനെയാണ് സ്പീഡൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹാൻഡ്ലൂം ക്ലോത്ത്സ് ആർ ക്ലോത്ത്സ് വൂവൺ ഓഫ് ഓൺ ഹാൻഡ്ലൂം യൂസിങ് യാൺസ്. അങ്ങനെ യാൺസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഹാൻഡ്ലൂം ആയിട്ടുള്ള നെയ്ത്തു തുണികൾ, കൈത്തറിയൊക്കെ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ നെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. കാരണം അവിടെ ആവശ്യം കൂടുമ്പോൾ എന്താണ് ഡ്രസ്സും കൂടേണ്ട ആവശ്യം വന്നു. അതുകൊണ്ട് പുതിയ ഇൻവെൻഷൻസ് ഒക്കെ അവർ കണ്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങി. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഏർലി സ്പിന്നിങ് മെഷീൻ ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തേതാണ് ഹാൻഡ്ലൂം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഹാൻഡ്ലൂം ഒക്കെ നിലവിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ വളരെ കുറവാണ്, എങ്കിലും ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ട്. ദ ഇൻവെൻഷൻ ഓഫ് ഹാൻഡ്ലൂം വാസ് എ ബ്രേക്ക് ത്രൂ ഇൻ ദ ഫീൽഡ് ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിങ്. ക്ലോത്ത് മാനുഫാക്ചറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻവെൻഷൻ ആയിരുന്നു നമ്മുടെ ഹാൻഡ്ലൂം കണ്ടുപിടിച്ചത് എന്ന് പറയുന്നത്. ക്ലോത്ത്സ് വെയർ കളേർഡ് വിത്ത് എ ഡൈ മെയ്ഡ് ഫ്രം ഇൻഡിഗോ പ്ലാന്റ്. അങ്ങനെ ഇൻഡിഗോ പ്ലാന്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് അവർ ആ ഒരു ക്ലോത്തിനൊക്കെ നിറമൊക്കെ നൽകാൻ വേണ്ടി തുടങ്ങി. ദ ടെക്നിക് ഓഫ് വേവിംഗ് ബിക്കം മോർ പോപ്പുലർ ഓവർ ദ ഇയേഴ്സ്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞും തോറും ഓരോ കാലങ്ങൾ ഇങ്ങനെ കഴിയുമ്പോൾ ഈ ഒരു നെയ്ത്ത് വിദ്യയൊക്കെ എന്താണ് വളരെയധികം പ്രചാരത്തിലാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി താഴെ നമുക്ക് കോട്ടൺ തന്നിട്ടുണ്ട്. എന്താണ് കോട്ടൺ എന്ന് പറയുന്നത്? കോട്ടൺ ഈസ് യൂസ് ടു മേക്ക് എ ക്ലോത്തിങ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും ലോകവ്യാപകമായിട്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് നമ്മുടെ കോട്ടൺ എന്ന് പറയുന്നത്. കോട്ടൺ ഒബ്റ്റെയിൻഡ് ഫ്രം ദ കോട്ടൺ പ്ലാന്റ് ഈസ് കൺവേർട്ടഡ് ടു യാൺസ് ആൻഡ് യൂസ്ഡ് ടു മേക്ക് ക്ലോത്തിങ്. എങ്ങനെയാണ് ഇത് പറയുന്നത് ഈ പരുത്തിച്ചെടിയാണ്. പരുത്തിച്ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. കോട്ടൺ ഹാസ് ബീൻ കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ സിൻസ് ആൻഷ്യന്റ് ടൈംസ്. ആൻഷ്യന്റ് ടൈം മുതലേ നമ്മുടെ ഇന്ത്യയിൽ കോട്ടൺ ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ ജൂട്ടാണ്. ജൂട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ജൂട്ട് പ്ലാന്റ്. ജൂട്ട് പ്ലാന്റിൽ നിന്നാണ് ഈ ജൂട്ടൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് എ നാച്ചുറൽ ഫൈബർ. ഇതെന്താണ് ഒരു നാച്ചുറൽ ഫൈബർ ആണ്. മോസ്റ്റ് ഓഫ് ദ വേൾഡ്സ് ജൂട്ട് കൾട്ടിവേഷൻ ഈസ് ദ വൺ ഓഫ് ദ ഫെർട്ടൈൽ ബാങ്ക്സ് ഓഫ് ദ റിവർ ഗംഗ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ റിവർ ഗാഞ്ചസിലാണ് ഈ ഒരു മെയിൻ ആയിട്ട് നമ്മുടെ ജൂട്ട് കൾട്ടിവേഷനൊക്കെ നടക്കുന്നത്. ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ജൂട്ട് വേർ ടേക്കൺ ഫ്രം ഇന്ത്യ ബൈ ഫോറിനേഴ്സ് ഫോർ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഈ ഫോറിനേഴ്സൊക്കെ ഏറ്റവും കൂടുതൽ ജൂട്ട് എടുക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ്. ലാർജ് ക്വാണ്ടിറ്റീസ് എടുക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. നെക്സ്റ്റ് വൺ ഇൻഡിഗോയാണ്. ഇത് ഇൻ ദ ഏർലി ഡേയ്സ് എ ഡൈ മെയ്ഡ് ഫ്രം ദ ഇൻഡിഗോ പ്ലാന്റ് വാസ് യൂസ്ഡ് ടു കളർ ക്ലോത്ത്സ്. വസ്ത്രങ്ങളിലൊക്കെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡിഗോ പ്ലാന്റ് ഉപയോഗിക്കാറുള്ളത്. ലേറ്റർ വേരിയസ് പിഗ്മെന്റ് വേർ മിക്സഡ് വിത്ത് ഇൻഡിഗോ ടു മേക്ക് ഡിഫറെൻറ്റ് കളേഴ്സ്. പിന്നെന്താണ് അതിൽ ഒരുപാട് മറ്റുള്ള കൂട്ടുകളൊക്കെ ചേർത്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി എന്നാണ് പറയുന്നത്. ദെൻ ദർ ആർ മെനി ഹാൻഡ്ലൂം സെൻറ്റേഴ്സ് ഇൻ കേരള ടു. കേരളത്തിലും ഒരുപാട് ഹാൻഡ്ലൂം സെൻറ്റേഴ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഹാൻഡ്ലൂം സെൻറ്റേഴ്സ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പണ്ടുള്ളതിനേക്കാൾ അത്ര ഇല്ലെങ്കിൽ പോലും ഇന്നും നിലവിലുണ്ടെന്നാണ് പറയുന്നത്. എവിടെയൊക്കെയാണ്? ബാലരാമപുരം ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട്, ദെൻ കുത്തമ്പുള്ളി ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ആൻഡ് കണ്ണൂർ ആർ മേജർ ഹാൻഡ്ലൂം സെൻറ്റേഴ്സ്. ഇവിടെയൊക്കെയാണ് മെയിനായിട്ട് ഹാൻഡ്ലൂം സെൻറ്റേഴ്സ് നിലനിൽക്കുന്നത്. അപ്പോൾ ഹാൻഡ്ലൂം ക്ലോത്ത് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. Then next, the progress in science has led to the invention of new machines in the field of cloth manufacture. ക്ലോത്ത് മാനുഫാക്ചറിൽ അതിനുശേഷം സയൻസ് ഡെവലപ്പ് ആയതോട് കൂടിയിട്ട് എന്താണ് അവിടെ ഒരുപാട് ന്യൂ മെഷീനറീസ് ഒക്കെ ഡെവലപ്പ് ആവാൻ തുടങ്ങി. ദ സ്പിന്നിങ് ജെന്നി സീൻ ഇൻ ദ പിക്ചർ ഈസ് വൺ ഓഫ് ദ മെഷീൻ. സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്നത് ഇതിൽ വൺ ഓഫ് ദ മെഷീൻ ആണെന്ന് പറയാം. The spinning jenny was invented by James Hargreaves. The handmade yarn production was not enough to make the demand of the textile industry at the time. The invention of the spinning jenny, the production of yarn. ഇവിടെ എന്താണ് സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്നത്? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. കൈകൊണ്ടുള്ള നൂല് ഉൽപാദനം അക്കാലത്തെ
വസ്ത്രത്തിന് തികയുമായിരുന്നില്ല. അങ്ങനെയാണ് ഈ സ്പിന്നിങ് ജെനി കണ്ടുപിടിച്ചത്. ഇതിലും എന്താണ്, നൂലുൽപാദനമാണ് കൂടുതൽ വേഗത്തിലാക്കാൻ ഇതിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ദ റൈസ് ഇൻ പോപ്പുലേഷൻ ഇൻക്രീസ്ഡ് ദ ഡിമാൻഡ് ഫോർ ക്ലോത്തിങ്. പോപ്പുലേഷൻ കൂടുമ്പോൾ എന്താണ്, അവിടെ ക്ലോത്തിന്റെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. ആളുകൾ കൂടുമ്പോൾ ആളുകൾക്ക് വസ്ത്രം വേണം. അപ്പോൾ അവിടെ എന്താണ്, വസ്ത്രത്തിന്റെ ഡിമാൻഡ് കൂടും. ദ ന്യൂ മെഷീൻസ് ബിക്കം എ പാർട്ട് ഓഫ് വേവിങ്. അങ്ങനെയാണ് പുതിയ പുതിയ യന്ത്രങ്ങളൊക്കെ നെയ്ത്ത് വിദ്യയുടെ ഭാഗമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഇറ്റ് റിഡക്റ്റഡ് ദ ഹ്യൂമൻ എഫേർട്ട്. അതിലൂടെ എന്താണ്, മനുഷ്യരുടെ എഫേർട്ടും കൂടെ കുറക്കുക എന്നുള്ളതും കൂടെ ഒരു ലക്ഷ്യമാണ്. ദ ഹാൻഡ്ലൂം വാസ് ലേറ്റർ റിപ്ലേസ്ഡ് ബൈ പവർലൂം. അങ്ങനെ ഹാൻഡ്ലൂമിന് പകരമായിട്ട് പിന്നീട് വന്നതാണ് പവർലൂം എന്ന് പറയുന്നത്. അതാണ് യന്ത്രത്തറി. പവർലൂം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ യന്ത്രത്തറി എന്നാണ് പറയുക. പവർലൂം വാസ് ഇൻവെന്റഡ് ബൈ എഡ്മുണ്ട് കാർട്ട്റൈറ്റ് ആണ്. എഡ്മുണ്ട് കാർട്ട്റൈറ്റ് ആണ് ഇത് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. ദ പവർ ലൂം ഈസ് ഓപ്പറേറ്റഡ് എയ്തർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി ഓർ സം അതർ എനർജി സോഴ്സ്. ഇത് എങ്ങനെയാണ്, ഒന്നുകിൽ ഇലക്ട്രിസിറ്റിയുടെയോ അല്ലെങ്കിൽ മറ്റുള്ള സോഴ്സുകളുടെയോ സഹായത്തോടു കൂടിയാണ് ഇത് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത്. എ പവർ ലൂം ക്യാൻ പ്രൊഡ്യൂസ് മോർ ക്ലോത്ത് മച്ച് ഫാസ്റ്റർ ദാൻ ഈ ഹാൻഡ്ലൂം. ഹാൻഡ്ലൂമിനേക്കാൾ ഫാസ്റ്റർ ആയിട്ട് നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഈ പവർ ലൂമോട് കൂടിയിട്ട് കഴിഞ്ഞിരുന്നു. നെക്സ്റ്റ് ഇന്ന് കാണുന്ന മെഷീനൈസ്ഡ് ക്ലോത്ത് മാനുഫാക്ചറിങ്ങിന്റെ പിക്ചറാണ് അവിടെ തന്നിട്ടുള്ളത്. ദ യൂറോപ്യൻസ് ട്രാവൽ ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ഇൻ സെർച്ച് ഓഫ് മാർക്കറ്റ്സ് ടു സെൽ ദ ക്ലോത്ത് പ്രൊഡക്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് മെക്കാനിസൈസേഷൻ വന്നതോട് കൂടിയിട്ട്, അവിടെ ഒരു യന്ത്രവൽക്കരണം വന്നതോട് കൂടിയിട്ട് യൂറോപ്യൻസ് ഒക്കെ മറ്റുള്ള കൺട്രിയിലേക്കൊക്കെ ട്രാവൽ ചെയ്യാൻ തുടങ്ങി ക്ലോത്ത്സ് ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട്. ആസ് പാർട്ട് ഓഫ് ഇറ്റ് ദേ റീച്ച്ഡ് ഇന്ത്യ ഓൾസോ. അങ്ങനെ അവർ ഇന്ത്യയിലും എത്തിച്ചേർന്നു. ദേ ടുക്ക് ദ റോ മെറ്റീരിയൽസ് നീഡഡ് ഫോർ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഫ്രം ഇന്ത്യ ടു യൂറോപ്പ്. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് അവർക്ക് വസ്ത്രങ്ങൾ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഒക്കെ അവർ കൊണ്ടുപോകാൻ തുടങ്ങി. ക്ലോത്ത്സ് ദേ പ്രൊഡ്യൂസ്ഡ് ദർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ് വേർ സോൾഡ് ഇൻ ഇന്ത്യ. എന്താണ്, അവർ ഇത്തരത്തിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോവുകയും ചെയ്തു. അവരുടെ സഹായത്തോടു കൂടിയിട്ട് ഇന്ത്യയിൽ അത് വിറ്റഴിക്കുകയും ചെയ്തു. കാരണം ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തിരിച്ച് ഇന്ത്യയിൽ തന്നെ കൊണ്ടുവന്ന് വിൽക്കാനൊക്കെ അവർ തുടങ്ങിയിരുന്നു. നെക്സ്റ്റ് വന്ന് യൂറോപ്യൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. യൂറോപ്പ് ഈസ് വൺ ഓഫ് ദ 7 കോണ്ടിനെന്റ്. നമുക്കറിയാം, നമുക്ക് 7 കോണ്ടിനെന്റ്സ് ആണുള്ളത്. അതിൽ വൺ ഓഫ് ദ കോണ്ടിനെന്റ് ആണ് നമ്മുടെ യൂറോപ്പ് എന്ന് പറയുന്നത്. ദ പീപ്പിൾ ഓഫ് ദ കോണ്ടിനെന്റ് ആർ കോൾഡ് ദ യൂറോപ്യൻസ്. അവിടെയുള്ള ആളുകളെയാണ് നമ്മൾ യൂറോപ്യൻസ് എന്ന് പറയുന്നത്. The Portuguese, the Dutch, the English, the French came to India from Europe for trade. ഇവരൊക്കെയാണ് ഇന്ത്യയിലേക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി വന്ന ആളുകൾ. They colonized India. They took the raw materials from here to their land. ഇവിടെ നിന്നും അവരെന്താണ്, സാധനങ്ങളൊക്കെ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോയിരുന്നു. Among them the English colonized India for the longest period. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോളനി ആക്കിയത് ആരായിരുന്നു, നമ്മുടെ ഇംഗ്ലീഷുകാരായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം അല്ലെ, അവരിൽ നിന്നാണ് നമുക്ക് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ, ഫ്രീഡം ഒക്കെ കിട്ടിയത് ഇവരിൽ നിന്നാണ്. അതിന്റെ ഹിസ്റ്ററി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ദെൻ നമ്മൾ പറഞ്ഞു, ആദ്യം നമ്മൾ ഇൻഡിഗോ ആണ് ഉപയോഗിച്ചിരുന്നത് കളറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ക്ലോത്തിലൊക്കെ. ദ ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി ഹാസ് ഓൾസോ ഹാഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട് ഓൺ ദ ക്ലോത്ത് മാനുഫാക്ചറിങ്. കാലങ്ങൾക്ക് ശേഷം, ഇങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വസ്ത്രനിർമ്മാണത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നു. ദ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ ക്ലോത്തിങ് ലെഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് മോർ അഡ്വാൻസ്ഡ് വേവിംഗ് മെഷീൻസ്. അങ്ങനെ ഡിമാൻഡ് കൂടിയപ്പോൾ നമ്മൾ എന്താണ്, അഡ്വാൻസ് ആയിട്ടുള്ള ഒരുപാട് വേവിംഗ് മെഷീൻസ് ഒക്കെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങി. പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ ഒക്കെ കൂടി. ക്ലോത്ത്സ് വിത്ത് ബെറ്റർ ക്വാളിറ്റി ആൻഡ് വെറൈറ്റി റീച്ച്ഡ് മോർ പീപ്പിൾ. എന്താണ്, നമ്മുടെ ക്ലോത്ത് ഒക്കെ എന്ന് പറയുന്നത് ബെറ്റർ ക്വാളിറ്റിയും വെറൈറ്റി ആവുകയും ചെയ്തതോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾ അതിനായിട്ട് വരാൻ വേണ്ടി തുടങ്ങി. ആർട്ടിഫിഷ്യൽ ഡൈസ് ബിഗൻ ടു ബി യൂസ്ഡ് ടു കളർഫുൾ ക്ലോത്ത്സ്. അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഡ്രസ്സ് എന്നൊക്കെ പറയുന്നത് ഒരു കളറിൽ മാത്രമാണോ, അല്ല, നമ്മൾ വെറൈറ്റി കളേഴ്സിലാണല്ലേ. അതൊക്കെ ഇത്തരത്തിലുള്ള ഇൻവെൻഷനോട് കൂടിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. വെറൈറ്റി ഓഫ് ക്ലോത്തിങ് ആൻഡ് ക്ലോത്ത്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ദെൻ the color varieties found in most of our clothing we use today were made by mixing these type of dyes. എന്താണ്, ഇത്തരത്തിലുള്ള കൃത്രിമമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ടാണ് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇന്ന് കാണുന്ന തരത്തിൽ ഒരുപാട് നിറങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പണ്ട് ഇതൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. നോട്ടീസ് ദ qualitative changes that took place in the textile field when the
മെഷീൻസ് ബിഗൻ ടു ബി യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് ക്ലോത്ത്സ്. നമ്മുടെ യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ വസ്ത്രങ്ങൾ നിർമ്മിക്കാനും തുടങ്ങി. അതുപോലെ ഒരുപാട് ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. ദെൻ ചേഞ്ചസ് ബ്രോട്ട് ബൈ ദ യൂസ് ഓഫ് മെഷീനറി ഇൻ ദ മാനുഫാക്ചർ ഓഫ് ക്ലോത്ത്. നമ്മുടെ മാനുഫാക്ചർ ഓഫ് ക്ലോത്ത് വന്നതോട് കൂടിയിട്ട് മെഷീനറീസ് ഒക്കെ വന്നതോട് കൂടിയിട്ട് നമ്മുടെ വസ്ത്രനിർമ്മാണത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു. എന്തായിരുന്നു? ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്സ്. നമ്മുടെ ഇതിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കാൻ വേണ്ടി കാരണമായി. ദെൻ റിഡക്ഷൻ ഇൻ ഹ്യൂമൻ ലേബർ. മനുഷ്യരുടെ അധ്വാനത്തിലുള്ള കുറവ് വരാൻ വേണ്ടി സാധിച്ചു. കാരണം പണ്ട് ആളുകൾക്ക് ഒരുപാട് നേരം തൊഴിൽ ചെയ്താൽ മാത്രമേ, ഒരുപാട് നേരം വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിരുന്നുള്ളൂ. പക്ഷെ മെഷീനറീസ് വന്നതോട് കൂടിയിട്ട് ആ ഒരു എഫേർട്ട് കുറയുകയാണ് ചെയ്യുന്നത്. ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിലൊക്കെ ഒരുപാട് വെറൈറ്റി ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി. ദെൻ ക്വാളിറ്റി ക്ലോത്ത് ഉണ്ടായി. സ്പ്രെഡ് ഓഫ് ക്ലോത്തൊക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ എന്തൊക്കെയാണ്? ചീപ്പർ പ്രൊഡക്റ്റ് ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. മാസ് പ്രൊഡക്ഷനിൽ ഒരുപാട് ഇൻക്രീസ് ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഏതൊക്കെയാണ് അവിടെ കൊടുക്കേണ്ടത്? ചീപ്പർ പ്രൊഡക്റ്റ്, മാസ് പ്രൊഡക്ഷൻ. ഇത് രണ്ടെണ്ണം നിങ്ങളവിടെ എഴുതി ചേർക്കാം. ദെൻ ബോത്ത് നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് ഫൈബർ ആർ യൂസ്ഡ് ടു മാനുഫാക്ചർ ക്ലോത്ത്സ്. എന്താണ്? നമ്മൾ വസ്ത്രനിർമ്മാണത്തിന് വേണ്ടിയിട്ട് നാച്ചുറൽ ആയിട്ടും അതുപോലെ തന്നെ സിന്തറ്റിക് ആയിട്ടുള്ള ഫൈബേഴ്സൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നാച്ചുറൽ ഫൈബേഴ്സ് ആർ പ്രൊഡക്ഷൻ ദം എനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. നാച്ചുറൽ ഫൈബേഴ്സ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? എനിമൽസിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നുമൊക്കെയാണ് കിട്ടുന്നത്. ദ ഡിസ്കവറി ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ് ലെഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്സ് ഓഫ് ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സ് ആൻഡ് ക്വാളിറ്റീസ്. സിന്തറ്റിക് ഫൈബേഴ്സ് വന്നതോട് കൂടിയിട്ട് അവിടെ എന്താ ഉണ്ടായത്? അവിടെ അതിൻ്റെ ക്വാളിറ്റീസിലും ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. ദ യൂസ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ് സച്ച് ആസ് പോളിസ്റ്റർ ആൻഡ് നൈലോൺ ഹെൽപ്ഡ് ടു മേക്ക് ക്ലോത്തിങ് മോർ ഡ്യൂറബിൾ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്. ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഫൈബേഴ്സ് വന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു പോളിസ്റ്ററും നൈലോണൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചതും. അതിലൂടെ തന്നെ നമുക്ക് ഓരോ ക്ലോത്തും അതിൻ്റെ ഡ്യൂറബിൾ, കാരണം അത് കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചതും ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഫൈബേഴ്സൊക്കെ വന്നതോട് കൂടിയിട്ടാണ്. ദെൻ ഫൈബേഴ്സ് യൂസ്ഡ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഫ്രം എനിമൽസ് എക്സാമ്പിൾസ് വൂൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ഷീപ്പ് ആൻഡ് സിൽക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം സിൽക്ക് വോംസ്. ഇപ്പോൾ ഫ്രം എനിമൽസിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വൂള് കിട്ടും അല്ലേ? വൂള് നമുക്ക് കിട്ടും. ചെമ്മരിയാടിൽ നിന്നും കമ്പിളി നാരും പട്ടുനൂൽ പുഴിയിൽ നിന്ന് പട്ടിൻ്റെ നാരും ഒക്കെ നമുക്ക് കിട്ടിയിരുന്നു. ദെൻ ഫ്രം പ്ലാന്റ്സിൽ നിന്നാണെങ്കിലോ കോട്ടൺ ആൻഡ് ജൂട്ട് ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം കോട്ടൺ ആൻഡ് ജൂട്ട് പ്ലാന്റ്സ് റെസ്പെക്റ്റീവ്ലി. കോട്ടണിനാണെങ്കിൽ നമുക്ക് കോട്ടണും ജൂട്ടൊക്കെ കിട്ടിയതും പ്ലാന്റ്സിൽ നിന്നാണ്. അപ്പോൾ എനിമൽസിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നും നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലായില്ല. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദെൻ സിന്തറ്റിക് ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽസ് സച്ച് ആസ് പെട്രോളിയം പോലുള്ള കെമിക്കൽസിൽ നിന്നുമാണ് നമുക്ക് സിന്തറ്റിക് ഫൈബേഴ്സ് ഒക്കെ കിട്ടിയിരുന്നത്. സിന്തറ്റിക് ഫൈബേഴ്സ് ആർ ജനറലി ലെസ് എക്സ്പെൻസീവ് ടു പ്രൊഡ്യൂസ് ക്ലോത്ത്സ് ദാൻ നാച്ചുറൽ ഫൈബേഴ്സ്. നാച്ചുറൽ ഫൈബേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലോത്ത് ഉണ്ടാക്കുന്നതിനേക്കാൾ എന്താണ്? ലെസ് എക്സ്പെൻസീവ് ആണ്, ചിലവ് കുറഞ്ഞതാണ് നമുക്ക് ഈ സിന്തറ്റിക് ഫൈബർ കൊണ്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഓൾസോ ഹാസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് നോട്ട് റിംഗ്ലിംഗ് ക്വിക്ക്ലി. ഇതെന്താണ്? നമുക്ക് ഏറ്റവും വലിയ ഒരു നല്ല ഗുണമേന്മയും അതുപോലെ തന്നെ ചുളിവുണ്ടാവാത്തതുമായ നല്ല വസ്ത്രങ്ങളൊക്കെ ഇതിലൂടെ കിട്ടാൻ വേണ്ടി തുടങ്ങി. എക്സാമ്പിൾസ് പോളിസ്റ്റർ, നെയ്ലോണ്, റയോണ് ഒക്കെ ഈ ഒരു സിന്തറ്റിക് ഫൈബർ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഫൈൻഡിങ് ദ ഓർഗാനിസംസ് ആൻഡ് പ്ലാൻ ഫ്രം വിച്ച് നാച്ചുറൽ ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. നാച്ചുറൽ ഫൈബേഴ്സ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ജന്തുക്കളിൽ നിന്നും അതുപോലെ തന്നെ ഈ പ്ലാന്റ്സിൽ നിന്നൊക്കെ കിട്ടുന്നതിൻ്റെ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വൂള് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ഷീപ്പിൽ നിന്നാണ് വൂള് കിട്ടുക. സിൽക്ക് വോമിൽ നിന്ന് കിട്ടും. കോട്ടൺ പ്ലാന്റിൽ നിന്ന് കിട്ടും. ജൂട്ട് പ്ലാന്റിൽ നിന്നും കിട്ടും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഇവിടെ ഒരു ആക്ടിവിറ്റിയാണ് തന്നിട്ടുള്ളത്. കളക്ട് സ്ക്രാപ്പ് പീസ് ഓഫ് ക്ലോത്ത്സ് ബൈ വിസിറ്റിംഗ് എ ടൈലറിംഗ് ഷോപ്പ് ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ഒരു ടൈലറിംഗ് ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ട് അവിടെ നിന്നിട്ടും ഈ വെട്ടുതുണികളൊക്കെ ഒന്ന് കളക്ട് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ദ ക്ലോത്ത്സ് മെയ്ഡ് ഫ്രം നാച്ചുറൽ ഫൈബേഴ്സ് ആൻഡ് സിന്തറ്റിക് ഫൈബർ ആൻഡ് പേസ്റ്റ് ദം ഓൺ ദ ചാർട്ട് ആൻഡ് ഡിസ്പ്ലേ ദം ഇൻ യുവർ ക്ലാസ്. എന്നിട്ട് അതിൽ നിന്നും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്താണ് ഫൈബർ? നാച്ചുറൽ ഫൈബർ ഏതൊക്കെയാണ്, സിന്തറ്റിക് ഫൈബർ ആയിട്ടുള്ള ക്ലോത്ത്സ് ഏതൊക്കെയാണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അത് നിങ്ങൾ ചാർട്ടിൽ ഒട്ടിച്ചിട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് കൂട്ടുകാർ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. അപ്പം ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും മനസ്സിലായാലാണ് നമുക്ക് പാർട്ട് 2 എടുക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.